NK പ്രേമചന്ദ്രൻ സഖാവ് നമ്മുടെ പ്രധാനമന്ത്രിയുമായി പാർലമെന്റ് ക്യാൻറ്റീനിൽ വെച്ച് ഉച്ചഭക്ഷണം പങ്കിട്ട് കഴിച്ചു. പ്രേമചന്ദ്രൻ തൻ്റെ ഓഫീസിൽ ഉച്ചനേരത്ത് ആഹാരം കഴിക്കാനായി പോയപ്പോൾ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രേമചന്ദ്രനെ പ്രധാനമന്ത്രിയെ കാണണമെന്ന് ആവശ്യപ്പെട്ട സ്ഥിതിക്കാണ് പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിയെ കാണാൻ പോയപ്പോൾ അവിടെ കുറെ MP-മാരുണ്ടായിരുന്നു, 8-10 പേര്. ഇവരൊക്കെ ചേർന്ന് പ്രധാനമന്ത്രിയോടൊപ്പം ആഹാരം കഴിച്ചു. ഇതിലെന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. പിന്നീടത് രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി തന്നെയാണ് LDF നേതാക്കൾ പ്രശ്നമാക്കിയത്. UDF ആയാലും LDF ആയാലും BJP ആയാലും നിലനിൽക്കുന്ന ഏതു രാഷ്ട്രീയ കക്ഷിയായാലും ഏതു പ്രശ്നത്തെയും അവർ കൈകാര്യം ചെയ്യുന്നത്, നോക്കിക്കാണുന്നത് തങ്ങളുടെ ലാഭം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ്. ഒരു MP അവസാനിക്കാൻ പോകുന്ന ഒരു പാർലമെന്റ് സമ്മേളനത്തിന്റെ അവസാന ഘട്ടത്തിൽ പ്രധാനമന്ത്രിയുമായി ആഹാരം കഴിച്ചാൽ എന്താണ് തെറ്റ്? ഇതാണ് പ്രേമചന്ദ്രന്റെ വാദം. പ്രഥമദൃഷ്ട്യാ അതിൽ കുറ്റം പറയാനേയില്ല. പക്ഷേ LDF ഉന്നയിക്കുന്ന ആരോപണം പ്രേമചന്ദ്രൻ UDF-ൽ നിന്ന് BJP-യിലേക്ക് ചേക്കേറാനുള്ള വഴിയാണ് എന്ന്. അതിനെ പ്രേമചന്ദ്രൻ പ്രതിരോധിക്കുന്നത് ഈ സംഭവം കഴിഞ്ഞതിന് ശേഷം UDF-ന് വേണ്ടിയിട്ട് പാർലമെന്റിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് NDA-യെ ശക്തമായി കുറ്റപ്പെടുത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് LDF പറയുന്ന കാര്യത്തിൽ ആത്മാർത്ഥതയില്ല, രാഷ്ട്രീയ വഞ്ചനയാണ്. അപ്പം ഇവിടെ വിഷയം രാഷ്ട്രീയ വഞ്ചനയാണ്. ആരുടെ ഭാഗത്ത് രാഷ്ട്രീയ വഞ്ചന കാണിച്ചു? LDF ഇങ്ങനെ പോകാൻ ഉദ്ദേശമില്ലാത്ത ഒരാളെക്കുറിച്ച് അങ്ങനെ വർത്തമാനം പറയുന്നത് തീരെ കളങ്കമുള്ള ചെയ്തിയാണ്. അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഒരു കാര്യമുള്ളത്, ഇവരൊക്കെ രാഷ്ട്രീയക്കാരാണ്. രാപ്പനി കൂടെ കിടക്കുന്നവർക്കേ അറിയൂ. നമ്മുടെ NK പ്രേമചന്ദ്രനെ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. സരിതയുടെ സോളാർ കത്തി നിൽക്കുമ്പോൾ, സൂര്യൻ ഊർജ്ജസ്വലമായി കത്തിജ്വലിച്ചു നിന്നപ്പോൾ ഏഷ്യാനെറ്റിൽ ഉമ്മൻചാണ്ടിക്കെതിരെ വടിവൊത്ത ഭാഷയിൽ നല്ല മലയാളത്തിൽ നമ്മോട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച വിദ്വാനാണ് NK പ്രേമചന്ദ്രൻ. കാണാൻ സുമുഖൻ, സുന്ദരമായ സൗണ്ട്, പറയുന്ന കാര്യത്തിലെ ഗാംഭീര്യത, ആത്മനിശ്ചയത്തോടുകൂടി പറയുന്ന രീതി, ഇതൊക്കെ വാസ്തവത്തിൽ എന്നെപ്പോലുള്ള ആളുകളെയൊക്കെ അങ്ങേയറ്റം കയ്യിലെടുത്തിട്ടുണ്ട്. കൊടുന്നനവേ ഒരു ദിവസം രാവിലെ LDF കൊല്ലം നിയോജക മണ്ഡലത്തിൽ, പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ മത്സരിപ്പിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഉടനെ UDF-ലേക്ക് മറുകണ്ഠം ചാടി. ഇന്ന് ഉമ്മൻചാണ്ടി പുണ്യപിതാവായി മാറിയിരിക്കുകയാണ്. അപ്പം LDF പറയുന്നത് അന്യായമായ കാര്യമാണ്, സംശയമില്ല. പക്ഷേ മുൻകാല ചെയ്തി വെച്ച് നമ്മൾ തീരുമാനിക്കുമ്പോൾ NK പ്രേമചന്ദ്രൻ എവിടെ പോവില്ല? റെവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി, അതാണ് RSP. ഈ പേരൊക്കെ കേട്ട തല പൊട്ടിപ്പോവും കേട്ടോ. റെവല്യൂഷണറി സോഷ്യലിസം കൊള്ളാം, ഭയങ്കരമാണ്. അതിൻ്റെ പിന്നെ മാനിഫെസ്റ്റോ ഒന്നും ഞാൻ വായിച്ചിട്ടില്ല. വായിച്ചാൽ നമ്മുടെ തലയ്ക്കകത്തൊട്ട് കയറത്തുമില്ല. പണ്ട് മൂലധനവും ക്യാപിറ്റൽ ഒക്കെ വായിക്കാനായിട്ട് ശ്രമിച്ച് ഭ്രാന്തി പിടിച്ചതല്ലാതെ തലയ്ക്കകത്തൊന്നും കയറില്ല. അത്രയ്ക്ക് മണ്ടമാണ് ഈ സാധനം, മണ്ട.
ഈ മണ്ടയിലൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ഈ റവല്യൂഷണറി സോഷ്യലിസം എന്തെന്ന് നമുക്ക് പിടികിട്ടില്ല. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ NK പ്രേമചന്ദ്രന്റെ റവല്യൂഷണറി സോഷ്യലിസം എന്ന് പറയുന്നത് കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ജയിച്ചു വരണം, ഞാൻ MP ആയി സ്ഥിരമായി ഇവിടെ സേവിച്ചേ പറ്റും. ഇനി UDF സീറ്റ് നിഷേധിക്കുമെങ്കിലോ, അപ്പം നമ്മൾ ജനസേവനത്തിന് വേണ്ടിയിട്ട് വേണ്ടതുപോലെ ചെയ്യും. ചെയ്യില്ല എന്ന് ഉറപ്പുണ്ടോ? എനിക്കുറപ്പില്ല. ഞാൻ ഈ രാഷ്ട്രീയക്കാരെ വിശ്വസിക്കുന്ന പരിപാടി പണ്ടേ മതിയാക്കി. ഇവർ പറയുന്നതൊക്കെ നമ്മളൊക്കെ പമ്പര വിഡ്ഢികളെന്ന് കണക്കാക്കിയിട്ടാണ്. ഇത് കേൾക്കുന്ന നിങ്ങളും ഞാൻ പറയുന്ന ഞാനും ചുരുക്കം ചില ആളുകൾ ഇത് തിരിച്ചറിയും എന്നല്ലാതെ കൊല്ലത്തെ വോട്ടർമാർ ഇത് തിരിച്ചറിഞ്ഞിട്ടാണോ അവിടെ മത്സരിക്കാൻ പോകുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്നത്? നമ്മൾ ബാലറ്റ് പെട്ടിക്ക് മുമ്പിൽ എത്തുമ്പോൾ നമ്മുടെ എന്താ പറയുക നീറുന്ന പ്രശ്നങ്ങളൊക്കെ സർബത്തിന്റെ കൂടെ കലക്കി കുടിച്ചിട്ട് അപ്പോൾ തോന്നുന്ന വികാരം അനുസരിച്ച് കൊള്ളാവുന്നവനെ നോക്കി അച്ഛ എന്ന് വിളിക്കുന്ന, അച്ഛ നല്ലത് എന്ന് വിളിക്കുന്ന പരിപാടിയല്ലാതെ വോട്ടർമാരെ കുറിച്ച് ഒന്നുമേ പറയാനില്ല. അപ്പൊ ബീഹാറിൽ കണ്ടില്ലേ, മുഖ്യമന്ത്രിയായി രാജിവെച്ചു, വൈകുന്നേരം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ആരെ സേവിക്കാനായിട്ട്? ജനങ്ങൾ അല്ലെങ്കിൽ കഷ്ടപ്പെട്ടു പോകില്ലേ? അവര് കഞ്ഞിവെള്ളമെങ്കിലും കുടിച്ചു പോട്ടെ പാകപ്പെട്ട ബീഹാറിൽ. അതുകൊണ്ട് മുഖ്യമന്ത്രി കൂടെയുള്ള ആളുകളെ മാറ്റി അപ്പുറത്ത് നിർത്തിയിട്ട് കുറെ ആളുകളെ വിളിച്ച് റിസോർട്ടിൽ കൊണ്ടുപോയി പൂട്ടി ചങ്ങലക്കിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത നാടാണ് നമ്മുടെ. PC ജോർജ് ഉണ്ടല്ലോ, PC ജോർജിനെ കുറിച്ച് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ ഈ ഇടയ്ക്കൊരു വർത്തമാനം പറഞ്ഞു. വെള്ളാപ്പള്ളി പറയുന്നതൊക്കെ എനിക്ക് വളരെ അരോചകമാണെങ്കിലും ഇപ്രാവശ്യം പറഞ്ഞത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. എന്താ പറഞ്ഞത്? വളരെ പ്രധാനമായൊരു പോയിന്റാണ് PC കുറിച്ച് വെള്ളാപ്പള്ളി പറഞ്ഞത്. PC ജോർജ് കുറ്റപ്പെടുത്താത്തതായിട്ട് മലയാളക്കരയിൽ ആരെങ്കിലും ഉണ്ടോ? വളരെ കൃത്യമായ ചോദ്യമാണ്. ഞാനൊന്ന് ആലോചിച്ച് നോക്കി. PC ജോർജ് കുറ്റപ്പെടുത്താത്ത രാഷ്ട്രീയ നേതാക്കൾ, പിന്നെ രാഷ്ട്രീയ നേതാക്കളെ കുറ്റപ്പെടുത്തിക്കൂടെ? ഇപ്പൊ ഞാൻ രാഷ്ട്രീയ നേതാക്കളെ കുറ്റപ്പെടുത്തുന്ന കൂട്ടത്തിലാണ്. കാരണം ഞാൻ രാഷ്ട്രീയത്തിൽ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് വളരെ വ്യക്തമായി തന്നെ കുറ്റപ്പെടുത്താൻ സാധിക്കും. ഞാൻ രാഷ്ട്രീയത്തിൽ ഉണ്ടെങ്കിലോ പറ്റില്ല. കാര്യം അഴുക്കുചാലിൽ മുങ്ങിക്കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തൊക്കെ പറ്റിപ്പിടിക്കുമെന്ന് പ്രവചനാതീതമായത് കൊണ്ട്. അതുകൊണ്ട് PC ജോർജ് ഇപ്പോൾ BJPയിൽ ചേക്കേറിയിരിക്കുകയാണ്. PC ജോർജിനെ വരെ സ്വീകരിക്കത്തക്ക രീതിയിൽ BJP അതിൻ്റെ വാതിലുകൾ മലക്കെ തുറന്നിട്ടിരിക്കുമ്പോൾ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ വേണ്ടി വന്നാൽ BJPയിലേക്ക് ചേക്കേറും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ആത്മാർത്ഥതയില്ലാതെ പറയുന്ന വർത്തമാനമല്ല. ഇപ്പം നമുക്ക് കോൺഗ്രസിന്റെ നേതാക്കളുടെ ഒരു ലിസ്റ്റ് എടുക്കാം. ഈ ലിസ്റ്റിനെ രണ്ടായി തരംതിരിക്കാം: A പട്ടിക, B പട്ടിക. A പട്ടികയിൽ കോൺഗ്രസിൽ ഇപ്പോഴുള്ള ആളുകൾ, B പട്ടികയിൽ കോൺഗ്രസിൽ നിന്ന് BJPയിലേക്ക് പോയ ആളുകൾ. പട്ടികയുടെ നീളം എവിടെയായിരിക്കും കൂടുതൽ? എവിടെയായാലും B പട്ടികയുടെ നീളം കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം ഇതുവരെ അവരുടെ പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് വന്ന വേളയിലൊക്കെ ജനങ്ങളോട് പറഞ്ഞ വർത്തമാനത്തിന് എന്തെങ്കിലും ആത്മാർത്ഥതയുണ്ടോ? അല്ല, ആത്മാർത്ഥത എന്തിനാണ്? അതായത് കഴുതകളോട് ആത്മാർത്ഥത കാണിക്കേണ്ടത് എന്താണ്? അതിൻ്റെ മുമ്പിൽ എന്തെങ്കിലും വെച്ചു കൊടുത്ത് തിന്നാൻ പാകത്തിൽ ഉണ്ട് എന്ന് ചന്തിക്കടിച്ച് നടപ്പിക്കുക എന്നല്ലാതെ അതിനെ സുഖിപ്പിക്കേണ്ടതോ അതിനെ രമിപ്പിക്കേണ്ടതോ യാതൊരു കാര്യവും ഇല്ല. പിന്നെ പ്രേമചന്ദ്രന്റെ കാര്യത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ, പ്രേമചന്ദ്രൻ പറയുന്നത് പ്രധാനമന്ത്രി എന്തിനെന്നു പറയാതെയാണ് എന്നെ ക്ഷണിച്ചത്. അതിൽ ഗുരുതരമായ പ്രശ്നമുണ്ട്. പ്രധാനമന്ത്രി രാജാവല്ല. പ്രേമചന്ദ്രൻ മെമ്പർ ഓഫ് പാർലമെന്റാണ്. കൊല്ലത്തെ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ പ്രതിനിധിയാണ്. അയാളുടെ സമയം പ്രധാനമന്ത്രിയുടെ സമയം പോലെ തന്നെ വിലപ്പെട്ടതാണ്.
തന്നെ വിളിക്കുമ്പോൾ എന്തിന് എന്ന് വിളിക്കാനുള്ള ഔചിത്യം എന്തുകൊണ്ട് പ്രധാനമന്ത്രി കാണിച്ചില്ല? അവിടെയാണ് ചാണക്യതന്ത്രത്തിൻ്റെ ഭാഗം. അതായത് പറഞ്ഞ് എന്നെ നിങ്ങൾ BJP ആക്കുമെന്ന് പ്രേമചന്ദ്രന് പറയാനുള്ള അവസരം ഒരുക്കി കൊടുക്കാനായിട്ട് എന്തിനെന്ന് പറയാതെ പോലും പ്രേമചന്ദ്രനെ അവസാന നിമിഷം നമ്മുടെ പ്രധാനമന്ത്രി വിരുന്നിലേക്ക് ക്ഷണിച്ചു. പക്ഷേ കാര്യമായി ആലോചിക്കുകയാണെങ്കിൽ, ഇപ്പം പാർലമെൻറ്റിൽ ഞാനൊരു മെമ്പറാണ്, എൻ്റെ പ്രധാനമന്ത്രി എന്നെ വിളിക്കുകയാണ്, എടോ തന്നെ ഒന്ന് എനിക്ക് കാണണം. അത് എന്തിനെന്ന് പറയേണ്ട ബാധ്യത ഒരു സാമാന്യ മര്യാദ അനുസരിച്ച് ഫോൺ എടുത്താൽ സംസാരിക്കുന്ന ആളും കേൾക്കുന്ന ആളും പരസ്പരം ആദ്യം പരിചയപ്പെടുത്തുക എന്നുള്ളത് ഒരു മാന്യതയുടെ മര്യാദയുടെ ഭാഗമാണ്. പിന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കും BJPക്കും രാഷ്ട്രീയക്കാർക്കാകെ മര്യാദയുണ്ട് എന്നൊക്കെ നമ്മൾ അവശപൂർവം ആവേശപൂർവ്വം കണക്കിലാക്കി കഴിഞ്ഞാൽ ആ കണക്കിലാക്കലിനൊന്നും യാതൊരു വിലയുമില്ല. അപ്പം പിന്നെ വളരെ പ്രധാനമായ ചോദ്യം, LDFിലെ നേതാക്കളൊന്നും BJPയിലേക്ക് പോകുന്നില്ലല്ലോ. അങ്ങനെയൊക്കെ ഉറപ്പിക്കാനായിട്ട് വരട്ടെ, സമയം ഇനിയും കിടപ്പുണ്ടല്ലോ. എന്തായാലും ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ UDF, പിന്നെ LDF അത് CPMൻ്റെ നേതാക്കളും പിന്നീട് CPI ഉൾപ്പെടെയുള്ള ഇവരൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ഇപ്പം പണ്ട് സരിതയുടെ കേസ് നിൽക്കുമ്പോൾ ജോപ്പൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാട്ടിക്കൂട്ടിയത് ഉമ്മൻചാണ്ടി അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കത്തേയില്ല. ചതുരംഗക്കളിയിൽ ചാണക്യചന്ദ്രത്തിൻ്റെ അങ്ങേയറ്റത്തെ മൂർധാവസ്ഥ അറിയാവുന്ന ആളാണ് ഉമ്മൻചാണ്ടി. തൻ്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് കോൺഗ്രസ്സുകാർക്ക് വിശ്വസിക്കാം, അത് അവരുടെ അവകാശമാണ്, വിശ്വസിച്ചാലേ കോൺഗ്രസ്സുകാരാവും. അതുപോലെ സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കർ കാട്ടിക്കൂട്ടിയ വർത്തമാനങ്ങൾ പ്രിയപ്പെട്ട സഖാവ് പിണറായി വിജയൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ കൊച്ചാക്കുന്നത് തുല്യമാണ്. കാര്യം ഉമ്മൻചാണ്ടിയോടൊപ്പം നിൽക്കാനോ ഒരല്പം കടന്നു നിൽക്കാനോ കഴിവുള്ള ഒരു നേതാവാണ് പിണറായി വിജയൻ. അദ്ദേഹം തൻ്റെ ഓഫീസിൽ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല, കണ്ടില്ല, കേട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഞാനൊരു സഖാവായിരിക്കണം. ഞാനൊരു സഖാവാണ്, പക്ഷേ സഖാവ് അല്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാതെ അവസാനിപ്പിക്കാൻ ഒക്കത്തില്ല, നമ്മുടെ വീണ ജോർജിൻ്റെ കാര്യം. ഞാൻ ഒരു LDF അനുഭാവിയാണ്. ഇപ്പോഴും അങ്ങനെ തുടരണോ വേണ്ടേ എന്നൊക്കെ ഞാൻ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഉള്ളത് ആത്മാർത്ഥമായി പറയുകയാണ്. ഈ ആത്മാർത്ഥം ഞാനെന്തിനു കാണിക്കണം, അത് വേറൊരു കാര്യം, പിന്നീട് ചർച്ച ചെയ്യാം. ഞാനിങ്ങനെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് 137 കോടി രൂപ ഇനാമായി കിട്ടി. ആർക്ക് എന്ത് ഇനാമായി കൊടുക്കും? ഇനാമായി കൊടുക്കേണ്ട കാര്യം എന്താണ്? ഇതിനകത്തുള്ള കളികൾ. പണ്ട് ലാവ്ലിൻ കേസ് ഉണ്ടായപ്പോൾ ഞാൻ ശക്തമായി വിശ്വസിച്ചിരുന്നത് ലാവ്ലിൻ കേസിൽ അഴിമതി ഇല്ല എന്നാണ്. ഇന്നൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ എന്തുകൊണ്ടോ ചില പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സങ്കടങ്ങൾ, പരിദേവനങ്ങൾ, ഒരു എന്താ പറയുക, ഉൾക്കിടിലങ്ങൾ. അതുകൊണ്ട് പ്രേമചന്ദ്രൻ ആഹാരം കഴിക്കാൻ വേണ്ടി മാത്രം പോയതാണ്. 137 കോടി രൂപ ഇനാമായി കൊടുത്തുകൂടുന്നുണ്ടോ? 137 കോടി എന്നൊക്കെ പറഞ്ഞപ്പോൾ 1 കോടിക്ക് പോലും ആസ്തിയില്ലാത്ത ഞാൻ 137 കോടിയെ കണ്ട് അന്തം വിട്ടുപോകാം. പക്ഷെ കോടികളെ കണ്ടിരിക്കുന്നവർക്ക് അന്തം വിടേണ്ട കാര്യമില്ല, അത് ഇനാമായി കൊടുക്കാനും സാധിക്കും. പിന്നെ PC ജോർജ് ഒരു ആയുസ് മുഴുക്കെ കള്ളം പറഞ്ഞ് നാട്ടുകാരെ പറ്റിച്ച് തമ്മിലടിപ്പിച്ച് കുതികാൽ വെട്ടി നടത്തി കയറി ഇറങ്ങി രാഷ്ട്രീയത്തെ എത്രത്തോളം മലിനസമാക്കാമെന്ന്
കേരള ജനതയ്ക്ക് പഠിപ്പിച്ചു കൊടുത്ത അദ്ദേഹത്തിനോട് കേരള ജനതയ്ക്കൊരു ബാധ്യതയില്ലേ? ഇത്രയും കാലം നമ്മുടെ മുമ്പിൽ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാനായി പാടുപെടുന്ന ഒരാൾ BJPയിൽ പോയെങ്കിലും പിടിച്ചു നിന്നോട്ടെന്നേ. ഇനി പൂഞ്ഞാറ് മത്സരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒന്ന് ജയിപ്പിക്കണമല്ലേ? ഇവരൊക്കെ പാവങ്ങളാണ് കേട്ടോ. ഇവരെയൊക്കെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. നമ്മൾ അതിലേക്ക് വേണ്ടിയുള്ള ആളുകളാണ്. ഇവരെയൊക്കെ സംരക്ഷിച്ച് വേണം നമുക്ക് നമ്മെ സംരക്ഷിച്ച് നിർത്താനായിട്ട്. ജയ് ഹിന്ദ്.